is the king of the jungle? Who is the king of the sea? Who is the king of the universe? Who's the king of me? I tell you, Jesus. Yes! He is the king of me. He is the king of the universe, the jungle and the sea. Who is the king of the jungle? Who is the king of the sea? Who is the king of the universe? Who's the king of me? I tell you, Jesus. Yes! He is the king of me. He is the king of the universe, the jungle and the sea. Who is the king of the jungle? Who is the king of the sea? Who is the king of the universe? Who's the king of me? I tell you, Jesus. Yes! He is the king of me. He is the king of the universe, the jungle and the sea. Hi friends, welcome back to Shalom TV Little Hearts in association with Jesus Youth Kairos Buds. എല്ലാ കൂട്ടുകാർക്കും ഷാലോം ടിവിയും ജീസസ് യൂത്ത് കെയ്റോസ് ബഡ്സും ചേർന്നൊരുക്കുന്ന ലിറ്റിൽ ഹാർട്ട്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ജാസ്ലിൻ ജീജു. എല്ലാവരും നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിനായി കാത്തിരിക്കുകയായിരുന്നു അല്ലേ? നമുക്ക് എൻജോയ് ചെയ്യാനും ജീവിതത്തിൽ പകർത്താനുമായി ഒത്തിരി ആശയങ്ങൾ ഈ പ്രോഗ്രാമിലുണ്ട്. എന്നാൽ നമുക്ക് സമയം കളയണ്ട, നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ? ഓക്കെ, ലെറ്റ്സ് വാച്ച് കിഡ്സ് വൈബ്സ്. അവിടെ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കാനാടാ. നമുക്ക് ജാതിക്കെടുത്താലോ? ഒരു വടി എടുത്ത് അത് നീ എടുത്തോ, ഞാൻ പറഞ്ഞു കൊടുത്തു. പൂമഴ പെയ്ക്കോ. കിട്ടിയാ? അയ്യോ ഭയങ്കരമായിട്ട് ഭാഷ ഇനിയുണ്ട് ഏറ്റത്തുണ്ട്. എന്താ നീ ചാട്ടവാറ അടിച്ചു പഠിക്കണം? ഇന്നലത്തെ മഴയിൽ കൊറേ വീണല്ലോ. അത് ശരിയാ, വീണതെല്ലാം കൊറേ വീണു. എടാ ദേടാ ഇവിടെ കൊറേ എണ്ണം ഉണ്ട്. എടാ എന്റെ വടി എത്തൂലടാ, പൊട്ടിപ്പോയി. അവിടെ അടിച്ചടിച്ചടിച്ചു എനിക്ക് ചാടാൻ വയ്യ. കണ്ണും കണ്ണിലെന്തോ പോയടാ. എടാ ഇവിടുന്ന് ഇവിടുന്ന് അടിക്കാൻ പറ്റും. അത് നോക്കടാ, പൂക്കളായേക്കുവാ. പൂക്കളല്ലേ, ഇലക്കളം. എടാ മക്കളെ, നിങ്ങൾ എന്താ ചെയ്യണേ? ജാതിക്ക് പറിക്കുന്നു. എടാ അടിക്കണ്ട, തല്ലിയിടല്ലേ. ഇതിന്റെ കൊറേ താഴെ വീണിട്ടുണ്ടല്ലോടാ. നിങ്ങൾ തല്ലിയിട്ടതാണോ ഇതെല്ലാം? ഇതേ കൊമ്പുകളൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ടല്ലോ. അല്ല, കുറച്ചൊക്കെ ഞങ്ങള്. ഇതെന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലായോ? ജാതിക്ക. നല്ല ഗുണമുള്ള ഫ്രൂട്ടാ ഇത്. ഫ്രൂട്ടോ വെജിറ്റബിളോ ഒക്കെ ആയിട്ട് കൂട്ടാം, നല്ല ഗുണമുള്ളതാ. ഇതിങ്ങനെ തല്ലിക്കെടുത്തി കളയലേടാ ഇതിനെ. ഇത് കണ്ട കൊമ്പുകൾ എത്ര എണ്ണം വീണിരിക്കുന്നേ, നോക്കിക്കേ. ഇത് കണ്ട. എടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഈ ചെടി, ഈ മരങ്ങൾ, ഇവിടെ എന്തുമാത്രം ചെടികളും മരങ്ങളൊക്കെയാണ് നിൽക്കുന്നത്. ഇത് കണ്ട, ഈ മനുഷ്യരെയും മൃഗങ്ങളെയും പോലെ തന്നെ, നമ്മളെപ്പോലെ തന്നെ ജീവനുള്ള മരങ്ങളും ചെടികൾക്കൊക്കെ ഇതുപോലെ ജീവനുള്ളതാണ്. ഇതുപോലെ തല്ലി അടിച്ചു ഓടിക്കുമ്പോൾ അതിൻ്റെ കൈയും കാലും ഒക്കെയാണ് നോവണത്. ഇത് കണ്ട, അതിന് സംസാരിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട് നമ്മളോട് വർത്താനം പറയണില്ലെന്നേ ഉള്ളൂ അല്ലേ? നിന്നെ നന്നായിട്ടൊരു അടി അടിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേദന എടുക്കൂലേ? അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിന്നെ നന്നായിട്ട് ഇങ്ങനെ ഒരു പിച്ച് പിച്ചാൽ നിനക്ക് വേദന എടുക്കുമോ? വേദന എടുക്കുക. അതുപോലെ തന്നെയാണ് മരത്തിന്. പക്ഷേ നമ്മളോട് അത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജീവനുള്ളതാണ് ചെടികളും മരങ്ങളും. ഇതൊന്നും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. കേട്ടോ പറഞ്ഞത്? നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ജാതിക്കയോ മാങ്ങയോ വേറെ എന്തെങ്കിലാണെങ്കിലും അത് ഒരെണ്ണം വേണമെങ്കിൽ എടുക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ കുറേ നേരം അതുമിട്ട് എറിഞ്ഞ് അതിൻ്റെ ഇല പോയി, കമ്പ് പോയി, എല്ലാ ഫ്രൂട്ട്സും താഴെ വീണ് അതിനും ആകെ നാശമാവും. ഇതുണ്ട്. ഇനി എന്തോരം ഇവിടെ വൃത്തിയാക്കേണ്ടതുണ്ട്. കുറേ കാറ്റത്ത് വീണിട്ടുണ്ട്, കുറേ നിങ്ങൾ എറിഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ. ചെടികളിലെ പൂക്കൾ നമ്മൾ പറിച്ചെടുക്കാതെ അതിൽ തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ നോക്കുമ്പോഴല്ല അതിൻ്റെ ഭംഗിയുള്ളത്. എന്ത് രസമാണ്, നല്ല സുഗന്ധവും നല്ല ഭംഗിയും. അത് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോയി. തോട്ടത്തിൽ കയറി എല്ലാവരും പൂക്കൾ പറിച്ചെടുത്ത തോട്ടം ഉണ്ടാവുമോ എന്ന് പറഞ്ഞാൽ? അപ്പം മരങ്ങൾ ഇതുപോലെ ചെടികളും പൂക്കളും നല്ല പഴങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ്. അത് മാത്രം പറിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
അപ്പോൾ നമ്മളെപ്പോലെ തന്നെ സന്തോഷത്തോടുകൂടെ നല്ല ദീർഘായുസോടുകൂടി നമ്മുടെ ചെടികളും മരങ്ങളും ഒക്കെ നമുക്ക് ഇതുപോലെ കാത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രകൃതി ഇല്ല, അല്ലേ? പ്രകൃതി ഇല്ലെങ്കിൽ നമ്മളില്ല. അപ്പോൾ മരങ്ങൾ പഠിച്ചിട്ടില്ലേ, മരം ഒരു വരം. അപ്പോൾ അത് നമ്മളായിട്ട് നശിപ്പിക്കരുത് കേട്ടോ. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഇതിൽ പാസ് ചെയ്തപ്പോഴാണ് നിങ്ങളിവിടെ എന്തോ ഇവിടെ കളിച്ച് തിമർക്കണത് കണ്ടത്. അത് പിന്നെ ഞങ്ങൾ ഇവര് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്കും തോന്നി, അതുകൊണ്ട് ഞാൻ എടുത്തു. ഒരു കുഴപ്പമില്ല, വിശക്കുമ്പോൾ നിങ്ങൾക്ക് മാങ്ങയോ പേരക്കയോ കപ്പളങ്ങയോ എന്ത് വേണമെങ്കിലും പറിച്ച് തിന്നാം. പക്ഷേ കമ്പെടുത്ത് അടിച്ച് ഇടിച്ച് ഒടിച്ച് ആ മരത്തിനും ചെടിയെ നശിപ്പിക്കാണ്ടിരുന്നാൽ മതി. അങ്ങനെ സൂക്ഷിച്ചാൽ പ്രകൃതി വളരെ സന്തോഷിക്കും. ചെടികളും മരങ്ങളും ഒക്കെ വളരെ സന്തോഷത്തോടുകൂടി നിലനിൽക്കാൻ പറ്റും, അല്ലേ? കേട്ടിട്ടില്ലേ, മരം ഒരു വരം, ഇല്ലേ? പഠിച്ചിട്ടുള്ളതല്ലേ, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? അപ്പം നമ്മളത് നശിപ്പിക്കാതെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മളുണ്ടെങ്കിലേ പ്രകൃതിയുള്ളൂ, പ്രകൃതി ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. അപ്പോൾ ചെടികളും മരങ്ങളും നമ്മൾ സൂക്ഷിച്ചാൽ അവയും ദീർഘായുസോടെ ജീവിക്കും, മനുഷ്യരായ നമ്മളും ദീർഘായുസോടെ ജീവിക്കും. അപ്പം നമുക്ക് മണ്ണിനെ സ്നേഹിക്കാം, ചെടികളെ സ്നേഹിക്കാം, മരങ്ങളെ സ്നേഹിക്കാം. ഓക്കെ, എല്ലാ തവണത്തെയും പോലെ നമ്മുടെ ഇന്നത്തെ കിഡ്സ് വൈബ്സും നല്ല കിടുവായിരുന്നു അല്ലേ? നല്ലൊരു മെസ്സേജ് ആയിരുന്നു നമ്മുടെ കൂട്ടുകാർ നമുക്ക് നൽകിയത്. ഓക്കെ, എന്നാൽ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെൻ്റായ ക്രാഫ്റ്റ് സിറ്റിയിലേക്ക് പോയാലോ? നമ്മൾ നിസ്സാരമായി കാണുന്ന വസ്തുക്കൾ കൊണ്ട് മനോഹരമായ പലതും നിർമ്മിക്കാം എന്ന് ക്രാഫ്റ്റ് സിറ്റിയിലൂടെ നമ്മൾ പലതവണ കണ്ടതല്ലേ? എന്നാൽ ഇന്നത്തെ സർപ്രൈസിലേക്ക് നമുക്ക് പോയാലോ? ലെറ്റ്സ് വാച്ച് ക്രാഫ്റ്റ് സിറ്റി. ഹലോ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ക്രാഫ്റ്റ് സിറ്റി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കാർഡാണ്. നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഈശോയുടെ സ്നേഹം എപ്പോഴെങ്കിലും ക്രാഫ്റ്റിലൂടെ മറ്റുള്ളവർക്കൊക്കെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴും ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഡെക്കറേഷൻ ഐറ്റംസ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കുറേ ഒറിഗാമി അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ക്രാഫ്റ്റിലൂടെ പോലും ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് നൽകാനായിട്ട് സാധിക്കും. ഞാൻ 9th പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് പറയാം. അന്ന് ഞങ്ങളുടെ സിസ്റ്റർ, മലയാളം പഠിപ്പിക്കുന്ന സിസ്റ്റർ, ക്ലാസ്സിലേക്ക് വരികയും ബോർഡിൽ ചോക്ക് ഉപയോഗിച്ച് തിരുഹൃദയം വരച്ചു. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അതൊക്കെ നോക്കി നിൽക്കുക, സിസ്റ്റർ എങ്ങനെയാണ് വരക്കണ്ടേന്നുള്ളത്. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റർ അത് വരക്കുമ്പോഴത്തേക്കും എൻ്റെ ഉള്ളിലേക്ക് ഈശോയുടെ സ്നേഹം വളരെ അധികമായിട്ട് നിറയുന്നുണ്ടായിരുന്നു. ഞാൻ 9th പഠിക്കുമ്പോഴത്തേക്കും സിസ്റ്റർ വരക്കുന്നത് നോക്കി പഠിച്ചതാണ് എങ്ങനെയാണ് ഒരു തിരുഹൃദയം വരക്കുന്നതെന്നുള്ളത്. പിന്നെ എപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് ഒരു കാർ ഉണ്ടാക്കണം എന്ന് തോന്നിയാലും ആ ഒരു തിരുഹൃദയത്തിൻ്റെ രൂപം എപ്പോഴും ഞാൻ വരയ്ക്കും. സോ ഇന്ന് നമ്മൾ ഈ കാർ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ആ ഒരു തിരുഹൃദയം വരക്കുകയും അതിൻ്റെ പിന്നിലെ എന്താ ഒരു മെസ്സേജ് അത് കൺവേ ചെയ്യുന്നത്, അത് എനിക്ക് എന്താണോ കിട്ടിയത് അത് ഉറപ്പായിട്ടും മറ്റുള്ളവരും ആ ഒരു മെസ്സേജ് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു പേപ്പറാണ്. ഇത് കുറച്ച് കട്ടിയുള്ള സാധാ A4 ഷീറ്റ് പോലെയല്ല, കുറച്ചും കൂടി സ്പെഷ്യലായിട്ട് കുറച്ചുകൂടി കട്ടിയുള്ള, നമ്മൾ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും യൂസ് ചെയ്യാറുള്ള പേപ്പറല്ലേ, അങ്ങനെ ഒരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് കളർഫുൾ ആക്കാണ്ട് സ്കെച്ചസ് ആവശ്യമുണ്ട്. വി ഹാവ് ടേക്കൻ സം സ്കെച്ചസ് ആൻഡ് എൻ്റെ കയ്യിൽ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. നമുക്കറിയോ, നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളത് വളരെ പഴയ കുറേ സെയിൻസിൻ്റെ പിക്ചേഴ്സാണ്. ഇപ്പോൾ പാദ്രെ പിയോ, കൊച്ചു തെരേസ പുണ്യാളത്തി അങ്ങനെയൊക്കെ. ബട്ട് നമുക്ക് 21st സെഞ്ച്വറിയുടെ ഒത്തിരി സെയിൻസ് ഉണ്ടാ. ഈ ഫോട്ടോ നിങ്ങൾക്ക് ഫെമിലിയർ ആണോ? അതെ, നമ്മുടെ കാർല ക്യൂട്ടിസാണ്. ആൻഡ് ഓൾസോ വി ഹാവ് കിയാര ബെദാനോ, പിന്നെ സാൻഡ്ര സെബാറ്റീനി, ഓൾസോ സിസ്റ്റർ ക്ലെയർ. അപ്പോൾ ഇവരൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ പോലെ ജീവിച്ച ഒത്തിരി ആൾക്കാർ ഇന്ന് സെയിൻഹുഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. സോ നമുക്ക് ആ ഒരു കോൾ ഉണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള നമുക്ക് ബോർഡർ ചെയ്യണ്ടേ. ഞാനൊരു ഓൾ റെഡ് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്ത് നാല് വശം ഫ്രീ ഹാൻഡായിട്ട് തന്നെ നമ്മളെപ്പോഴും ഒരു കാർഡ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഫോർമലായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക കുറേ എക്സ്പെൻസീവായിട്ട് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യുന്ന ആ ഒരു സ്നേഹം അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അത് അപ്പുറത്തിരിക്കുന്ന ഇത് റിസീവ് ചെയ്യുന്ന ആൾക്ക് ഉറപ്പായിട്ട് അത് കിട്ടും കേട്ടോ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ആ ഒരു ബോർഡർ വരച്ചു. നമ്മളെപ്പോഴും പറയാറുണ്ട് എപ്പോഴും പെർഫെക്ഷൻ ആയിരിക്കണം,
ആർട്ട് ചെയ്യുമ്പോഴേക്കും പെർഫെക്ഷൻ വേണം. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇംപെർഫെക്ഷനിൽ ഉറപ്പായിട്ട് അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടി ഉണ്ട്. എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ അത് ഐഡൻറ്റിക്കലായി പോവില്ലേ? നമ്മുടെ ഇംപെർഫെക്ഷൻസ് ആണ് പലപ്പോഴും നമ്മൾ യൂണീക്ക് ആക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ഫ്രണ്ട് പേജിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആർക്കാണ് ബിലോങ് ചെയ്യുന്നത് അതിൻ്റെ ഒരു സ്ട്രെങ്ത് എപ്പോഴും നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കാർഡ് അഡ്രസ്സ് ചെയ്യുന്നത് ടോണി ചേട്ടൻ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് ഈശോപ്പയുടെ ടോണി ചേട്ടന്. അപ്പം നമുക്ക് നല്ലൊരു ഡാർക്ക് കളറിലൊരു സ്കെച്ച് തന്നെ എടുക്കാം. ഭയങ്കര ഫ്രീ ഹാൻഡായിട്ട് നമ്മുടെ ഉള്ളിലെ സ്നേഹം നമ്മൾ കാർഡിൽ കാണിക്കുന്നു. ിട്ടുണ്ട് വേറൊരു കളർ എടുക്കാം. ഒരു വയലറ്റ് കളർ അല്ലെങ്കിൽ ഗ്രീൻ കളർ കൊടുക്കാം. നമ്മളുടെ കവർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഭയങ്കര സിമ്പിൾ ആൻഡ് മിനിമലായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഫ്രണ്ട് പേജിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സ്പാർക്കിൾസ് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൂ വരയ്ക്ക് അല്ലെങ്കിൽ സ്റ്റാർ വരയ്ക്ക് എന്തുവേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഒപ്പം കുറച്ച് ഹാർട്ട്സും വരച്ചെടുക്കാം. അപ്പോൾ ഒരു റെഡ് കളർ യൂസ് ചെയ്ത് കുറച്ച് ഹാർട്ടും വരയ്ക്കുന്നുണ്ട്. പുറത്തെ കവർ ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തുറക്കുമ്പോഴത്തേക്ക് നമ്മളുടെ കുറച്ച് തിക്കായിട്ടുള്ളൊരു സ്കെച്ചാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അകത്തേക്കൊക്കെ ഇത് പടരാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു കളറിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. എനിക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ ഒരു ഷെയ്ഡിലെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ. ഇപ്പോൾ നമ്മൾ കടയിലേക്ക് പോകുമ്പോഴത്തേക്കാണേലും നമുക്ക് ഈ ക്യാരി ബാഗ്സ് കിട്ടുമല്ലോ, അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വയ്ക്കുക. ഇങ്ങനെ ചളക്കി കളയാതൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക. നമുക്ക് ഇതേപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഉറപ്പായിട്ടും യൂസ്ഫുള്ളാണ്. സോ നമുക്ക് ആവശ്യമുള്ള അളവിൽ ഈ ഒരു പേപ്പർ വെട്ടിയെടുക്കാം. നമ്മൾ ഇങ്ങനെയുള്ള കാർഡ്സ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഈശോയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് അയാളോട് പറയാനുള്ളത് എന്നതിനേക്കാളുപരി ഈശോയ്ക്ക് അയാളോട് പറയാണ്ട് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ കുറേ ഇങ്ങനെ എസ് എ കണക്കിലൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ കുറച്ച് വാക്കുകളായിരിക്കും. പക്ഷെ അതെന്താണെന്ന് കേട്ടിട്ട് ആ ഒരു കുറച്ച് കാര്യങ്ങൾ എഴുതാൻ ശ്രമിച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ. ഗ്ലൂ വെച്ച് ഇത് ഈ പോർഷൻ ഒന്ന് ഒട്ടിക്കാം കേട്ടോ. നമ്മൾ ഓവറായിട്ട് ഒന്നും ഇടണ്ട, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് 4 പോയിന്റ്സിലൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനും ബോർഡർ കൊടുക്കണമല്ലോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ക്രയോൺ ആണ്. ഇപ്പോൾ നമുക്ക് ക്രയോൺ ഞാൻ അതിന് പകരം യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പോസ്റ്റർ പെയിൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. ഒരു ബ്ലൂ ഷെയ്ഡിൽ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നു 4 എഡ്ജസിലും. ഇനി നമുക്ക് ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. എനിക്ക് ഇങ്ങനെ വലുതായിട്ട് വരക്കാണ്ടറിയില്ല. നമുക്കും അതേപോലെ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഭയങ്കര പ്രൊഫഷണലായിട്ട് അറിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കാര്യങ്ങളുണ്ടല്ലോ, അത് എപ്പോഴും ചെയ്യുമ്പോഴത്തേക്കും അതിനതിൻ്റേതായിട്ടുള്ള ബ്യൂട്ടി ഉണ്ട്. ഇപ്പോൾ ഞാൻ വരക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ടാണ്. അപ്പോൾ ഒരു ഈശോയും കുഞ്ഞും കൂടി നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ കാർട്ടൂൺസ് ആയിട്ടൊക്കെ വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതേപോലെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫിഗറാട്ടോ ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്കൊന്ന് പെന്ന് വെച്ചൊന്ന് വരക്കാം. ജസ്റ്റ് ഒരു സർക്കിൾ വരക്കുന്നു. ഇത് നമ്മൾ ഈശോയെ വരച്ചു, ടോണി ചേട്ടനെ വരച്ചു. നമുക്കത് ഏജും കൂടി കൊടുത്തേക്കാം. ഭയങ്കര സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ട്.
സംഭവം സിമ്പിളാണെങ്കിലും നമ്മളൊരു പവർഫുൾ ആയിട്ടുള്ള മെസ്സേജ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അതായത് നമുക്ക് പലപ്പോഴും തോന്നാറില്ല ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ അതായത് നോക്കിയ ടോണി ചേട്ടൻ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഐ ഫീൽ എലോൺ. കണ്ടോ? ഇനി നമുക്ക് കുറച്ച് ഹാർട്ടൊക്കെ കൂടി കൊടുത്തിട്ട് ഈ പേജും ഡെക്കറേറ്റ് ചെയ്യാം. ഇനിയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ കുഞ്ഞു സ്റ്റോറിയിലെ തിരുഹൃദയം വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അതിനാവശ്യമായിട്ടുള്ള പേപ്പറ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ജേർണൽ ചെയ്യുന്ന ബുക്സിൽ നിന്നൊക്കെ എടുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നല്ല കട്ടിയുള്ള നല്ല ഭംഗിയുള്ള പേപ്പേഴ്സ് കിട്ടും. അപ്പം നമുക്ക് അങ്ങനെ ഒരു പേപ്പർ ഈ ബുക്കിൽ നിന്ന് എടുക്കാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ എങ്ങനെയാ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് നോക്കിക്കോട്ടോ. സിസ്റ്റർ ഒന്ന് ഭയങ്കര സിമ്പിളായിട്ട് ആ ഒരു തിരുഹൃദയം വരച്ചേ, അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇനി നോക്കിക്കോട്ടെ നമ്മൾ എങ്ങനെയാ വരയ്ക്കുന്നത് എന്നുള്ള. ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ വരക്കുമ്പോൾ ശ്രദ്ധിച്ച് കാണും, നമ്മൾ രണ്ട് പേപ്പേഴ്സ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് വരച്ചേക്കുന്നത്. അതിൻ്റെ എന്തുകൊണ്ടാണ് അങ്ങനെ വരച്ചതെന്ന് എനിക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ ഹാർട്ടിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ച് നമ്മൾ ഫ്ലെയിംസ് മേളിലേക്ക് വരക്കണം. ഓക്കെ, നമ്മൾ വരച്ചിട്ടുണ്ട്. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കളേഴ്സ് ഒക്കെ കൊടുക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒട്ടിക്കുന്നതിന് മുന്നേ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നോക്കിയേ, ഇത് കണ്ടോ, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെയൊന്ന് ഒരു ചെറിയൊരു പീസ് ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഹാർട്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ളിലുള്ള പീസ് ഇതേപോലെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഒന്ന് ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിംസും തിരുഹൃദയമൊക്കെ ഷേപ്പായിട്ട് വന്നിട്ട് നോക്കിയേ, കണ്ടോ? ഇനി നമ്മളിത് ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ താഴെ പശയൊക്കെ ഒട്ടിക്കുന്നു. നോക്കിയാൽ മക്കളെ, ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ഇത് മീൻ ചെയ്യുന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചത് എങ്ങനെയാണ്, എല്ലാവരും ഉൾക്കൊള്ളാൻ തക്ക വിധം അത്രയും വിശാലാണ് ഈശോയുടെ തിരുഹൃദയം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എഴുതാൻ പോകുന്നതാണ് യു ആർ ഓൾവേസ് ഇൻസൈഡ് ദിസ് ഹാർട്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് റെഡ് കൊണ്ടോ അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഷെയ്ഡ്സ് കൊണ്ടോ, ഇപ്പോൾ ഞാനൊരു ഗ്രേ കളറിലുള്ള ഷെയ്ഡ് എടുത്തിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എഴുതാൻ പോകട്ടോ. ഉണ്ട് പെന്നുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം. അതുകൊണ്ട് വേണമെങ്കിൽ ഓൾ റെഡ് ഷെയ്ഡ് നമ്മൾ ആദ്യം യൂസ് ചെയ്തത് അത് വെച്ച് തന്നെ നമുക്ക് കൊടുക്കാം. യെസ്, നമ്മൾ ആ ഒരു കുഞ്ഞു കോട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കാം. ഫ്ലെയിംസ് നമ്മളെപ്പോഴും ഒരു ഓറഞ്ച് പ്ലസ് യെല്ലോ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ജസ്റ്റ് യെല്ലോ തന്നെയും കുറച്ച് റെഡും കൂടി കൊടുക്കാം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ നമുക്കൊരു സംഭവം ഉണ്ടല്ലോ, അതിന് ഒരു പച്ച കളറും കൊടുക്കാം. അതിൻ്റെ ഒരു ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളുടെ തിരുഹൃദയത്തിൻ്റെ ഡ്രോയിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റിനും നമ്മൾ
ഷെയ്ഡ് കൊടുത്ത് കൊടുക്കുന്നു. നമ്മളൊരു കുഞ്ഞു നോട്ടായിട്ട് ഈശോ ലവ്സ് ഒന്നും കൂടി എഴുതിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനം നമ്മുടെ ബാക്കിലൊരു പോർഷൻ ഇല്ലേ, ഇതിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഇടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച സെയിൻസ് ഇല്ലേ, ഇവരുടെ ഒരു ഫോട്ടോഗ്രാഫ് 1-2 എണ്ണം ഒരു ഗിഫ്റ്റ് പോലെ നമുക്ക് പുറകിൽ ഒരു പാക്കറ്റിൽ നമുക്ക് വീണ്ടും കുറച്ച് പേപ്പർ എടുത്തിട്ട് ഒരു പാക്കറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതും കൂടി ആഡ് ചെയ്യാം. അതിനുള്ള പേപ്പറും കൂടി നമുക്ക് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചാൽ കുറച്ച് ഭംഗിയുള്ള കുറച്ച് പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതേപോലെ നമുക്ക് പെയിൻറ്റ് ചെയ്തൊക്കെ എടുത്താൽ നല്ല ഭംഗിക്ക് ഒരു പോക്കറ്റ്സ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ അതിന് എന്തോരം അളവ് വേണമെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് കീറിയെടുക്കാം. അതിനുശേഷം ഇങ്ങനെ ഒരു പോക്കറ്റ് പോലെ നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് വേണേൽ താഴെയും കുറച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു ഷെയ്ഡ് താഴെയും കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ കയ്യിൽ എപ്പോഴും ഇങ്ങനത്തെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഉണ്ടാവണം നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ സ്പിരിച്വൽ മാഗസീൻസ് ഒക്കെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിൽ ഇതേപോലെ ഈശോയുടെയും മാതാവിൻ്റെ നമുക്ക് കുറേ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ എടുക്കുക, ഒരു കട്ടിയുള്ള ഒരു പേപ്പറിൽ ഒട്ടിച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ ഇതേപോലെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പോക്കറ്റ് ഗിഫ്റ്റ് കാർഡിൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. യെസ്, അങ്ങനെ നമ്മളുടെ ഒരു കാർഡ് ഒരു ഫൈനൽ ലുക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വേണേൽ ലാസ്റ്റത്തെ പോർഷനും കുറച്ച് പൂക്കളൊക്കെ വരച്ചാൽ അതൊന്ന് കംപ്ലീറ്റ് ആക്കാം. യെസ്, അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഇത് ആരാ കൊടുക്കുന്നതെന്ന്, ഇപ്പം നമുക്ക് വിത്ത് ലവ് എന്ന് പറഞ്ഞ നമ്മളുടെ പേര് ഇതില്ലേ. പക്ഷെ നമ്മൾ ആദ്യം ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഒരു കാർഡിലൂടെ പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ ഒരു കാർഡിലൂടെ ഈശോയ്ക്ക് പറയേണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് ഈ കാർഡ് ആരുടെയാ? ഈശോയുടെ അല്ലേ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നു വിത്ത് ലവ് ഈശോ. ആലോചിച്ച് നോക്കി, ഭയങ്കര സിമ്പിളായി, ഇത്രയും നേരം എടുത്തെങ്കിലും ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കാർഡല്ലേ നമ്മൾ ഉണ്ടാക്കിയേ. അപ്പോൾ ഈ ഒരു കാർഡ് കൈ കിട്ടുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാർഡ് കൈ കിട്ടണമെങ്കിൽ നമുക്ക് എത്രമാത്രം ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റും. സോ നമുക്ക് കിട്ടിയ ഈ ഈശോയുടെ സ്നേഹം ഉറപ്പായിട്ടും മറ്റുള്ളവർക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ക്രാഫ്റ്റിലൂടെ നമുക്ക് ഷെയർ ചെയ്യാം. ഉറപ്പായിട്ടും ചെയ്യില്ലേ? ഈശോ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. വാവ്, എത്ര ഭംഗിയുള്ള ഗ്രീറ്റിംഗ് കാർഡായിരുന്നു അല്ലേ? ഇനി നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ ബർത്ത്ഡേക്കും ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു ഗ്രീറ്റിംഗ് കാർഡായിരുന്നു അല്ലേ? നിങ്ങളും ഇത് ട്രൈ ചെയ്യില്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് പോയാലോ? ഇത്തവണ പതിവില്ലെന്ന് വ്യത്യസ്തമായി ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസുമായിട്ടാണ് നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരും എത്തിയിരിക്കുന്നത്. എന്നാ നമുക്ക് ആ ഡാൻസ് കണ്ടാലോ? Praise when I'm sure, praise
ആയിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു അല്ലേ? ഞാൻ നന്നായി എൻജോയ് ചെയ്തു. നിങ്ങളോ? ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. കൂടുതൽ പുതുമയുള്ള മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ. Who is the king of the jungle? Who is the king of the sea? Who is the king of the universe? Who's the king of me? I tell you, J-E-S-U-S. Yes! He is the king of me. He is the king of the universe, the jungle and the sea. Who is the king of the jungle? Who is the king of the sea? Who is the king of the universe? Who's the king of me? I tell you, J-E-S-U-S. Yes! He is the king of me. He is the king of the universe, the jungle and the sea.